everyone, welcome to Binu's Hindi Learning Class. അപ്പോൾ ഈ ആഴ്ചയിൽ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ ഡിസോർഡർ ആയിട്ടുണ്ട് അല്ലേ? ക്രിസ്മസ് ആയതുകൊണ്ടാണ്. അപ്പം എല്ലാവർക്കും അറിയാം, ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് വളരെ സിമ്പിൾ ആയിട്ട് സംസാരിക്കാവുന്ന കുറെ കുട്ടി സെന്റൻസുകളാട്ടോ. നമ്മള് ഹിന്ദിക്കാരെങ്കിലും നമ്മൾ വീട്ടിലേട്ടോ അല്ലെങ്കിൽ ഷോപ്പിലോട്ടോ എവിടെയെങ്കിലൊക്കെ പണിക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവരോട് സംസാരിക്കുന്ന രീതി. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു എഴുത്ത് രീതിയോ അങ്ങനെയൊന്നുമല്ല, നമ്മൾ സംസാരിക്കുന്ന രീതി മാത്രമേ നോക്കുന്നുള്ളൂ കേട്ടോ. കാരണം നമ്മൾ പഠിക്കുമ്പോൾ ആ ഒരു എഴുത്ത് രീതി നമ്മൾ പഠിച്ചിരിക്കണം, എന്താണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം, എന്നിട്ട് അതിനെ ഷോർട്ടായിട്ട് സംസാരിക്കണം. അല്ലാതെ നമ്മൾ ആ ഷോർട്ടായിട്ട് സംസാരിക്കുന്നത് മാത്രം കേട്ട് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ ഹിന്ദി പഠിച്ചതുപോലെ അല്ല. ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ അവരോട് എങ്ങനെയാണ് സംസാരിക്കുന്നതെന്നാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും, കാരണം അതെന്താന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. ഇപ്പൊ കർ റഹാഹേനെയാണ് കർ എന്ന് പറയുന്നത് എന്നുള്ളത് കേട്ടോ, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുകൂടാതെ തന്നെ ഇന്ന് നമ്മൾ പറയുന്നത് കുറച്ച് ഒരു ഓർഡർ സൗണ്ട് ആണ്. ചെയ്യൂ എന്ന് പറയുന്നതല്ലേ. അപ്പൊ അവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഓ സൗണ്ട്സ് നമ്മൾ പഠിച്ചിട്ടില്ലയോ? കർണ എന്ന് പറഞ്ഞ ചെയ്യുക, കരോ എന്ന് പറഞ്ഞ ചെയ്യൂ, രക്കോ വെക്കൂ, ഡാലോ ഇടൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ ഓ സൗണ്ട്സ് ആണ് ഇന്നത്തെ കൂടുതൽ സെന്റൻസുകളിൽ വരിക. നമ്മൾ അവരോട് ചെയ്യൂ എന്ന് പറയല്ലേ ചെയ്യുന്നേ. ഓക്കെ, അപ്പൊ സാധാരണ എങ്ങനെയാണ് സംസാരിക്കുന്നത് ആ രീതിയിലാണ്. ഇപ്പോ ഞാൻ പറയാണ് ഒരു വ്യക്തിനോട്, ഇപ്പൊ നമ്മുടെ ഷോപ്പിലോ അല്ലെങ്കിൽ വീട്ടിലോ ആരെങ്കിലും വരുമ്പോ, ഇവൻ ജോലി ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ വരൂ, എങ്ങനെയാ പറയണ്ടേ? ഇതറാ കേട്ടോ, ഇതറാ. ഇവിടെ റെസ്പെക്ട് ആയിട്ടുള്ള സംസാരങ്ങൾ വരുന്നില്ല കേട്ടോ. ഇനിയിപ്പോ റെസ്പെക്ട് ആവുമ്പോ നമുക്ക് അറിയാലേ, ഇതറായിയേ അല്ലെങ്കിൽ ഇതറാവോ എന്നൊക്കെ പറയണം. ഇതറാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയുന്നത് കേട്ടോ. ഇതറാ, ഇവിടെ വരൂ. ഇനിയിപ്പോ ഒരു സാധനം ഇത് അദ്ദേഹത്തിന് കൊടുക്കൂ, നമ്മുടെ കസ്റ്റമറിനോ അല്ലെങ്കിൽ മറ്റൊരാൾക്കോ കൊടുക്കൂ എന്ന് പറയാനായിട്ട് ഏ ഉൻകോ ദോ, ദേദോ എന്നാണ് പറയുന്നത്. പക്ഷെ സംസാര രീതിയിൽ ഇത്രയേ ഉള്ളൂ, ഏ ഉൻകോ ദോ. മനസ്സിലാവുന്നുണ്ടോ? ഇത് അദ്ദേഹത്തിന് കൊടുക്കൂ, അല്ലെങ്കിൽ ഏ ഉസ്കോ ദോ എന്ന് പറഞ്ഞാൽ ഇത് അവന് കൊടുക്കൂ അല്ലെങ്കിൽ അവൾക്ക് കൊടുക്കൂ എന്നുള്ള അർത്ഥത്തിലാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇപ്പൊ ഷോപ്പിലോ അതല്ലെങ്കിൽ വീട്ടിലോ പിന്നെ അല്ലറ സാധനങ്ങൾ ഇങ്ങനെ കിടക്കുക. അപ്പൊ നമ്മൾ പറയാണ് എന്തെന്ന്, ഇതൊക്കെ ഒന്ന് ശരിയാക്കി വെക്കൂ പറയണ്ടോ? ഇതൊക്കെ ഒന്ന് ശരിയാക്കി വെക്കൂ. യേ സബ് ठीक से रखो എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാക്കി വെക്കൂ എന്നുള്ളതാ. ഇനി ആള് ശരിയായിട്ട് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ശരിക്കും ചെയ്യുന്നല്ലേ, ശരിക്കും ചെയ്യൂ. ठीक से करो. മനസ്സിലായോ? ഇനി അതുപോലെ വേഗം ചെയ്യുന്നാണെങ്കിൽ ജൽദി കരോ. അറിയാം അല്ലെ? ഇനി അതുപോലെ അയാളൊന്ന് വിളിക്കൂ നമ്മൾ പറയും അല്ലെ, അയാളൊന്ന് വിളിക്കൂ. ഉസ്കോ ബുലാവോ, അയാളെ വിളിക്കൂ എന്നാണ് പറയുന്നത് കേട്ടോ. ഉസ്കോ ബുലാവോ. ഇനിയിപ്പോ എന്താണ്? ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യൂ എന്ന് പറയില്ലേ നമ്മള്? സാഫ് കർണ എന്നാണ് ക്ലീൻ ചെയ്യുക എന്ന് തന്നെ പറയുന്നത്. സാഫ് കർണ. അപ്പൊ യഹാം സാഫ് കറോ. കണ്ടോ, എല്ലാം ഓ സൗണ്ട്സ് അല്ലേ വരണേ. കരോ, ജൽദി കരോ, സാഫ് കരോ, ഇതറാവോ. മനസ്സിലാവുന്നുണ്ടോ? ഇത് എല്ലാത്തിനും ഓ സൗണ്ട്സ് വെച്ച് സംസാരിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, യഹാം സാഫ് കരോ. ഇനിയിപ്പോ കുറച്ചും കൂടി പൊടിയൊക്കെ പിടിച്ചു കിടക്കുക. പൊടീനെ പറയുന്നത് ധൂൾ എന്നാണ് കേട്ടോ പൊടീനെ പറയുന്നത്. അപ്പൊ ധൂൾ സാഫ് കരോ എന്ന് പറയാം, അല്ലെങ്കിൽ പോച്ചിന എന്ന് പറഞ്ഞ തുടയ്ക്കുക. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു വേർഡ് മീനിങ്സ് ആണ് കേട്ടോ. പോച്ചിന എന്ന് പറഞ്ഞ തുടയ്ക്കുക. അപ്പൊ യഹാം പോച്ചോ എന്ന് പറഞ്ഞ എന്താ? ഇവിടെ തുടയ്ക്കൂ. അല്ലെങ്കിൽ ധൂൾ പോച്ചോ എന്ന് പറഞ്ഞ പൊടി തുടയ്ക്കൂ എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി അടിച്ചു വരാൻ പറയാനെങ്കിലോ ജാഡു ലഗാവോ എന്നും പറയാം കേട്ടോ. ഓക്കെ, ജാഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂലാണ് ജാഡു. അപ്പൊ അടിച്ചു വാരികനെ നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? ജാഡു ലഗാന അല്ലെ? അപ്പൊ ചെയ്യൂന്ന് പറയാനായിട്ടോ ഓ സൗണ്ട് ജാഡു ലഗാവോ. മനസ്സിലാവുന്നുണ്ടോ? ജൽദി ജാഡു ലഗാവോ, വേഗം അടിച്ചു വാരും. ഇനി അതുപോലെ നമ്മുടെ ഷോപ്പിന്റെ ഗ്ലാസ് തുടയ്ക്കാൻ പറയില്ലേ, അല്ലെങ്കിൽ ജനലിന്റെ ഗ്ലാസ്. അപ്പൊ അതിനെ ഗ്ലാസിനെ പറയുന്നത് ശീശ എന്നാട്ടോ. ശീശ കേട്ടോ. അപ്പൊ ശീശ പോച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ് തുടയ്ക്കൂന്നാണ്. ശീശ പോച്ചോ. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെ നമ്മൾ പറയുന്ന ഓർഡേഴ്സ് ആണ് അല്ലെ? ഓക്കെ, ഇനിയിപ്പോ നമ്മൾ പറയാണ് ഒരു മേശയോ കസേരയോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കളോ ഇത് എവിടെ നിന്ന് എടുത്തിട്ട്
പുറത്തോട്ട് ഇടൂ എന്ന് പറയാണ്, അല്ലെങ്കിൽ പുറത്തോട്ട് വെക്കൂ, എന്താണ് പറയുന്നത് അതനുസരിച്ചിട്ട് കേട്ടോ. ഓക്കെ, ഇത് ഇവിടെ നിന്നും എടുത്ത് യേ യഹാസെ ഉട്ടാക്കർ. ഉട്ടാക്കർ ഉട്ടാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുക എന്നുള്ള അർത്ഥത്തിലാട്ടോ. യേ യഹാസെ ഉട്ടാക്കർ വഹാ ഡാലോ, അവിടെ ഇടൂ, അല്ലെങ്കിൽ വഹാ രക്കോ, അവിടെ വെക്കൂ എന്നാണ്. യേ യഹാസെ ഉട്ടാക്കർ വഹാ രക്കോ അല്ലെങ്കിൽ വഹാ ഡാലോ, ഇത് ഇവിടെ നിന്ന് എടുത്തിട്ട് അവിടെ കൊണ്ടിട് എന്ന് പറയില്ലേ, അത്രയേ ഉള്ളൂ. ഇവിടെ നിന്ന് മാറ്റൂ എന്നാണ് പറയണെങ്കിൽ യഹാസെ നിക്കാലോ, നിക്കാലോ എന്ന് പറഞ്ഞാൽ മാറ്റൂ. അപ്പൊ ഞാൻ ഇത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഈ നിക്കാലിനയുടെ ക്ലാസ് ഒക്കെ മുൻപിൽ വന്നു പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അല്ലയോ എനിക്കറിയില്ല, എന്നാൽ പോലും ഫസ്റ്റത്തെ 10 ക്ലാസ്സുകൾ ശ്രദ്ധിച്ചവർക്ക് ഇതെന്തായാലും മനസ്സിലാവുന്നുണ്ടാവും. ഇതിൽ ഓരോ വേർഡ് മീനിങ്സും റിപ്പീറ്റേഷൻ ആണ്. ഓക്കെ, യഹാസെ നിക്കാലോ, ഇവിടെ നിന്നും മാറ്റൂ. ഓക്കെ, അതുപോലെ തന്നെ അവരിങ്ങനെ സംസാരിച്ചു നിന്ന് സമയം വേസ്റ്റ് ആക്കും അല്ലെ. അപ്പൊ നമ്മൾ പറയുന്നത് സംസാരിച്ചു സമയം വേസ്റ്റ് ആക്കരുത്. സമയ് ബർബാദ് മത് കരോ, സമയ് ബർബാദ് മത് കരോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് ചെയ്യല്ലേ, സമയം വേസ്റ്റ് ചെയ്യല്ലേ എന്നാണ് കേട്ടോ. എന്ത് ചെയ്തിട്ടാണ്? സംസാരിച്ചിട്ട് അല്ലെ. സംസാരിക്കുക എന്നതിനെ ബാത് കർണ എന്ന് പറയാം. ബാത് കർണ സംസാരിക്കുക. അപ്പൊ ബാത് കർക്കെ സംസാരിച്ച്, ബാത് കർക്കെ സമയ് ബർബാദ് മത് കരോ, ബാത് കർക്കെ സമയ് ബർബാദ് മത് കരോ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, സംസാരിച്ച് സമയം വേസ്റ്റ് ആക്കരുത്. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ പറയാണ് ഈ ജോലി ഇന്ന് തന്നെ തീർക്കണം. ഈ ജോലി ഇന്ന് തന്നെ തീർക്കണം. എങ്ങനെയാണ്? ഈ ജോലിയിൽ എന്താ പറയണേ? കാം അല്ലേ. ഏ കാം ആജ് ഹി, അവിടെ ആജ് എന്ന് പറഞ്ഞ ഇന്ന് എന്നർത്ഥായി. ആജ് ഹി എന്ന് പറഞ്ഞ ഇന്ന് തന്നെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതിനൊന്നും കൂടി സ്ട്രെസ് ചെയ്ത് പറയാനായിട്ട് നമ്മളോട് ഹി ആണ് യൂസ് ചെയ്തത്. ഈ ഹി ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോ കേട്ടോ. ഞാൻ 1-2 എക്സാമ്പിൾ കൂടി പറയാം. യേ കാം ആജ് ഹി ഖതം കർനാ ഹേ, ഇന്ന് തന്നെ ഈ ജോലി തീർക്കണം എന്നുള്ളതാണ്. ഖതം കർണ എന്ന് പറഞ്ഞാൽ തീർക്കുക. ഓക്കെ, യേ കാം ആജ് ഹി ഖതം കർനാ ഹേ. അതുപോലെ തന്നെ ഇപ്പൊ ഹി വെച്ചിട്ട് 1-2 എക്സാമ്പിൾസ് പറയാം. ഇപ്പൊ അവിടെ നിന്നും തന്നെ വാങ്ങണം നമ്മൾ പറയില്ലേ, ആ കടയിൽ നിന്ന് തന്നെ വാങ്ങണം. വഹാസെ ഹി ലേനാ ഹേ, അവിടെ ഹി വന്നു കേട്ടോ. ഇപ്പൊ അവിടെ നിന്ന് വാങ്ങണം എന്നാണെങ്കിൽ വഹാസെ ലേനാ ഹേ, വഹാസെ ഹി ലേനാ ഹേ, അവിടെ നിന്നും തന്നെ വാങ്ങണം. ഇനി ഉസേ ബോൽനാ ഹേ, ഉസേ ഹി എന്ന് പറഞ്ഞാൽ അവനോട് തന്നെ പറയണം. ഉസേ ബോൽനാ ഹേ എന്ന് പറഞ്ഞാൽ അവനോട് പറയണം. ഉസേ ഹി എന്ന് പറഞ്ഞാൽ അവനോട് തന്നെ എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ ആ ഹിയുടെ അർത്ഥം മനസ്സിലായി കാണുമല്ലോ അല്ലെ. അത് അങ്ങനെയാണ് സംസാരത്തിൽ കൊണ്ടുവരണേ കേട്ടോ. ഓക്കെ, ഇനിയിപ്പോ പറയാണ് 5 മണിക്ക് മുമ്പ് ജോലി തീർക്കണം എന്നാണെങ്കിലോ 5 മണിക്ക് മുമ്പ് 5 ബജേ സെ പെഹലെ, 5 ബജേ സെ പെഹലെ കാം ഖതം കർനാ ഹെ. മനസ്സിലാവുന്നുണ്ടോ? ഇനിയിപ്പോ നമ്മൾ പറയാണ് ഇവിടെ ഒരു കുഴി കുഴിക്കും എന്ന് പറയില്ലേ, കുഴി എടുക്കും അല്ലെങ്കിൽ കുഴി കുഴിക്കും എന്നൊക്കെ പറയില്ലേ. അപ്പൊ കുഴീനെ പറയുന്നത് ഗഡ്ഡ എന്നാണ്, ഗഡ്ഡ. ഓക്കെ, ഇപ്പൊ കുഴിക്കുക എന്നതിന് പറയുന്നത് കോദിന എന്നാണ്. കോദിന കുഴിക്കുക. അപ്പോ കുഴിക്കുക കോദിനയാണെങ്കിൽ അതിന്റെ ഓ സൗണ്ട് എന്താണ്? കോതോ, കുഴിക്കൂ. ഓക്കെ, അപ്പൊ കുഴി കുഴിക്കും എന്ന് പറയാനായിട്ട് ഗഡ്ഡ കോതോ. യഹാമേക്ക്, ഇവിടെ യഹാമേക്ക് ഗഡ്ഡ കോതോ, ഇവിടെ ഒരു കുഴി കുഴിക്കും അല്ലെങ്കിൽ കുഴി എടുക്കൂ എന്താണ് പറയുന്നത് അത് കേട്ടോ. ഇവിടെ ഒരു കുഴി കുഴിക്കും. യഹാമേ ഗഡ്ഡ കോതോ. ഇനിയിപ്പോ നമ്മൾ പറയാണ് ഇപ്പൊ പണിയെല്ലാം കഴിഞ്ഞ് കുറെ വേസ്റ്റുകൾ അവിടെ ഇവിടെ കിടക്കുന്നുണ്ടാവും. ആ വേസ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് ഈ കുഴിയിലോട്ട് ഇടൂ എന്ന് പറയില്ലേ. വേസ്റ്റിനെ പറയുന്നത് കച്ചറ എന്നാട്ടോ. കച്ചറ അല്ലെങ്കിൽ കച്ചട എന്നൊക്കെ പറയുന്നേക്കാം. ഇപ്പൊ നമ്മളും മലയാളത്തിൽ കച്ചറ എന്നൊക്കെ പറയും അല്ലെ വേസ്റ്റിന്. ഓക്കെ, അപ്പൊ സാരേ കച്ചറേ യേ ഗഡ്ഡേമേ ഡാലോ. എന്താ പറഞ്ഞേ? സാരേ കച്ചറേ, എല്ലാ വേസ്റ്റും യേ ഗഡ്ഡേമേ ഡാലോ, ഈ കുഴിയില് ഇടൂ എന്നാണ്. ഇനിയിപ്പോ നമുക്ക് അവിടെ ഗഡ്ഡ എന്നുള്ളൊരു വാക്ക് ഓർമ്മ വന്നില്ല. കച്ചറയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, പെട്ടെന്ന് ഓർമ്മ വരും. പക്ഷെ പറയാനായിട്ട് ഗഡ്ഡ എന്ന് ഓർമ്മ വന്നില്ല. അപ്പൊ നമ്മൾ ആ കുഴിയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞാൽ മതി എന്തെന്ന്? ഇസ്മേ ഡാലോ. സ്റ്റാർട്ടിങ്ങിൽ സംസാരിക്കാൻ പഠിക്കുന്നവർക്ക് ഒരുപാട് യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇസ്മേം, ഉസ്മേം, ഏസ എന്നൊക്കെ കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കാരണം നമുക്ക് ആ വാക്ക് പറയാൻ അറിയില്ല, ഗഡ്ഡ എന്ന് പറയാൻ അറിയില്ല. പക്ഷെ ഇസ്മേ എന്ന് പറഞ്ഞ എന്താ? ഇതിൽ നിന്നാണ്. അവിടെ അത്രയും മതി, അവർക്ക് മനസ്സിലായി. സാരേ കച്ചറേ ഇസ്മേ ഡാലോ, എല്ലാ കച്ചറയും എടുത്തിട്ട് ഇതിൽ ഇട്ടോളൂ എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ശരി. ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഒരു കുഴി എടുക്കാനായിട്ട് നമുക്ക് പറയണം.
അറിയില്ല എന്ന് വിചാരിക്കുക. നമുക്കിപ്പോ സ്റ്റാർട്ടിങ് ആണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഫാവട എടുത്തിട്ട്, ഫാവട എന്ന് പറഞ്ഞാൽ ഈ മൺവെട്ടി കേട്ടോ, മൺവെട്ടി കൈക്കോട്ട് എന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ ഫാവട. അപ്പൊ അതെടുത്തിട്ട് ഒന്നിങ്ങനെ വെട്ടി കാണിച്ചു കൊടുത്തിട്ട് പറയാം ഏസേ കരോ. നമ്മളിങ്ങനെ വെട്ടി കാണിച്ചു കൊടുക്കാണ്, ഇതുപോലെ ചെയ്യൂ, ഏസേ കരോ എന്ന് പറഞ്ഞാൽ മതി. അതല്ല നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് പറയാല്ലേ, എന്തെന്ന് എഗഡ കോതോ, ഒരു കുഴി കുഴിക്കൂ. മനസ്സിലാവുന്നു കേട്ടോ. അപ്പൊ ചെയ്ത് കാണിച്ചും നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. അപ്പൊ പറയേണ്ടത്, ചെയ്ത് കാണിച്ചിട്ട് നമ്മൾ പറയേണ്ടത് എങ്ങനെയാ? ഏസേ കരോ, ഇതുപോലെ ചെയ്യൂ, ഏസേ കരോ. മനസ്സിലാവുന്നുണ്ടോ? ഇനിയിപ്പോ അതുപോലെ തന്നെ ആള് നല്ല കുഴി കുഴിക്കാന്ന് വിചാരിക്കുക. നല്ല താഴ്ചയിൽ കുഴിക്കുമ്പോ നമ്മൾ പറയും കേട്ടോ, ഇത്ര താഴ്ച വേണ്ട, പറയണ്ടേ, ഇത്ര താഴ്ച വേണ്ട. അപ്പൊ താഴ്ചേനെ പറയുന്നത് ഗഹ്റ എന്നാണ്. ഇപ്പോ കുളത്തിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും നദിയുടെയോ ഒക്കെ താഴ്ചയുണ്ടല്ലോ, അതിന് ഗഹ്റ എന്നാട്ടോ പറയാ. ഗഹ്റ, ഇത്തന ഗഹ്റ മത് കറോ. ഇത്തന എന്ന് പറഞ്ഞാൽ ഇത്ര, ഓക്കെ, ഇത്ര താഴ്ച ചെയ്യല്ലേ എന്നുള്ളതാണ് കേട്ടോ. ഇത്തന ഗഹ്റ മത് കറോ. അല്ലെങ്കിൽ ഇപ്പൊ ആള് തീരെ താഴ്ചയില്ലാണ്ട് കുഴിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം എന്തെന്ന്, ഓ ഗഹ്റ കറോ, ഒന്നുകൂടി താഴ്ചയിൽ കുഴിക്കൂ എന്നുള്ളതാട്ടോ. ഓ ഗഹ്റ കറോ. ഇതൊക്കെ നമ്മൾ സംസാര ഭാഷകളാണ്. ഇതിലിപ്പോ നമ്മൾ ഒരുപാട് ഗ്രാമറോ അതല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ ഇത്തിരി കൂടുതൽ റെസ്പെക്ട് കൊടുത്തോ ഒന്നുമല്ല സംസാരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകളിലാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ, ശരി. ഇനി അതുപോലെ തന്നെ ഒരു പാഴ്സൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബോക്സ് ഇപ്പൊ അവർ എടുക്കുവാണ്, അപ്പൊ അതിന്റെ ഉള്ളിൽ നിറച്ചും പൊട്ടുന്ന സാധനങ്ങളാണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ പറയുന്നത് ശ്രദ്ധിച്ചെടുക്കണം അല്ലെ. ശ്രദ്ധിച്ച് എടുക്കൂ എന്ന് പറയുന്നതിനെ ധ്യാൻ സേ ഉട്ടാവോ. ഉട്ടാന എന്ന് പറഞ്ഞാൽ എടുക്കുക. അപ്പൊ ഉട്ടാവോ എന്ന് പറയുമ്പോ എടുക്കൂ, ധ്യാൻ സേ ഉട്ടാവോ, ശ്രദ്ധിച്ച് എടുക്കൂ. മനസ്സിലാവുന്നുണ്ടോ? നെയ്യേത്തോ വോ ടൂട്ട് ജായേഗ, നെയ്യേത്തോ വോ ടൂട്ട് ജായേഗ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ, ധ്യാൻ സേ ഉട്ടാവോ നെയ്യേത്തോ, അല്ലെങ്കിൽ എന്നുള്ള അർത്ഥത്തില കേട്ടോ നെയ്യേത്തോ എന്ന് പറഞ്ഞത്. ഓ ടൂട്ട് ജായേഗ, അത് പൊട്ടിപ്പോകും. ടൂട്ടിന എന്ന് പറഞ്ഞാൽ പൊട്ടുക, ടൂട്ട് ജായേഗ എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പോകും. ഇനി പറയാം അതില് ആ സാധനം എന്താണെങ്കിൽ അത് കേട്ടോ ഗ്ലാസിന്റെ ആണെന്ന് പറയില്ല, അല്ലെങ്കിൽ ചില്ലിന്റെ ആണ്. വോ സാമാൻ കാഞ്ച് കാ ഹൈ, വോ സാമാൻ കാഞ്ച് കാ ഹൈ. കാഞ്ച് കാ ഹൈ എന്ന് ഉദ്ദേശിക്കുന്നത് ചില്ലിന്റെ ആണ് കേട്ടോ, ചില്ലിന്റെ പറയുന്നതാണ് കാഞ്ച്. ഓക്കെ, ശരി. വോ സാമാൻ കാഞ്ച് കാ ഹൈ, ധ്യാൻ സേ ഉട്ടാവോ നെയ്യേത്തോ വോ ടൂട്ട് ജായേഗ. മനസ്സിലായില്ലേ? ഇനിയിപ്പോ അവരിങ്ങനെ ജോലിയൊന്നും ചെയ്യാതെ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കാന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ ചെല്ലുമ്പോ അത് കാണുക. അപ്പൊ നമുക്ക് ഇത്തിരി ദേഷ്യത്തിൽ ചോദിക്കല്ലേ, ഇവിടെ എന്താ നടക്കണേ, ഇത് ക്യാ ചൽറേ, ക്യാ ചൽറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താ നടക്കുന്നേന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇത് ക്യാ ചൽറേ, ജൽദി കാം കരോ, ജൽദി കാം കരോ. എന്താണ്? വേഗം ജോലി ചെയ്യൂ, ജൽദി കാം കരോ. യേ കാം ആജ് ഹി ഖതം കർനാ ഹൈ. നേരത്തെ പറഞ്ഞില്ലേ, ഈ ജോലി ഇന്ന് തന്നെ തീർക്കണം. യേ കാം ആജ് ഹി ഖതം കർനാ ഹൈ. ഇതൊക്കെ നമ്മൾ വായിന്ന് പറയേണ്ട കാര്യങ്ങളാണ് അല്ലെ, ജോലി എടുപ്പിക്കുമ്പോ. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പറയാണ് നാളെ നേരത്തെ വരണം. എങ്ങനെയാ പറഞ്ഞു നോക്കിക്കോ നിങ്ങള്, നാളെ നേരത്തെ വരണം. കൽ ജൽദി ആനാ ഹെ, കൽ ജൽദി ആനാ ഹെ. ഇനി ഇങ്ങനെ പറയാ അല്ലെ, നാളെ ലേറ്റ് ആവരുത്. കൽ ലേറ്റ് മത് ഹോന, കൽ ലേറ്റ് മത് ഹോന എന്ന് പറഞ്ഞാൽ നാളെ ലേറ്റ് ആവരുതെന്നായി. മനസ്സിലായ? ഇനി അതുപോലെ തന്നെ ചില ചെറിയ ചെറിയ ഷോപ്പുകളിലൊക്കെ ചായ വാങ്ങാനൊക്കെ പറയും അല്ലെ, ചായ് ലേയാ, ഇത്രയും പറയുള്ളൂ. സംഭവം ചായ് ലേക്കർ ആവോ എന്നാണ് പറയുന്നത് കേട്ടോ, അല്ലെങ്കിൽ ചായ് ലേക്ക് ആവോ എന്നൊക്കെയാണ്. വളരെ സിമ്പിൾ ആയിട്ട് പറയുമ്പോ ചായ് ലേയാ, ജൽദി ചായ് ലേയാ എന്നൊക്കെ പറയും. അപ്പൊ നിങ്ങൾ മനസ്സിലാവണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അതല്ല, കുറച്ചും കൂടി വൃത്തിയായിട്ട് പറയുമ്പോ ഇങ്ങനെയാണ്, ചായ് ലേക്കർ ആവും. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ ചായ് ലേക്ക് ആവും. ഓക്കെ, ഇനിയിപ്പോ എന്താ ചോദിക്കുക, ഈ ജോലി എപ്പോ കഴിയും എന്ന് ചോദിക്കണം. ഈ ജോലി എപ്പോ കഴിയും, അല്ലെങ്കിൽ ഇതെപ്പോ കഴിയും. യേ കാം കബ് ഖതം ഹോഗാ, യേ കാം കബ് ഖതം ഹോഗാ, അല്ലെങ്കിൽ ഖതം ഹോ ജായേഗാ. ഖതം ഹോഗാ വളരെ സിമ്പിൾ ആയിട്ട് അങ്ങനെ ചോദിച്ചാൽ മതി കേട്ടോ. ഈ ജോലി എപ്പോ കഴിയും എന്നുള്ളതാണ്. ഇനിയിപ്പോ ഇതെടുത്ത് ഒന്ന് മുകളിലോട്ട് വെക്കുക, അല്ലെങ്കിൽ മുകളിലോട്ട് കൊണ്ടുപോകുന്ന പറയില്ലേ, യേ ഊപ്പർ ലേ ജാവും, യേ ഊപ്പർ ലേ ജാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുകളിലോട്ട് എടുത്ത് കൊണ്ടുപോകൂ എന്നാ പറയുന്നത്. നീച്ചെ ലേ ആവോ, ജാവോ എന്ന് പറയുമ്പോ പോകൂ, ആവോ എന്ന് പറയുമ്പോ വരൂ, ലേന എന്ന് പറഞ്ഞാൽ എടുക്കുക എന്നുള്ള അർത്ഥത്തില അല്ലെ. അപ്പൊ അവിടെ ലേ മാത്രം യൂസ് ചെയ്താൽ മതി.
ഈ ലേക്കർന്നോ ലേക്കിന്നോ എന്ത് നിങ്ങൾക്ക് പറയാം. ഉപ്പർ ലേക്കർ ജാവോ എന്ന് പറയാം, ലേക്കി ജാവോ എന്ന് പറയാം, വളരെ സിമ്പിൾ ആയിട്ട് ലേ ജാവോ എന്ന് പറയാം. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ അത് അവിടെ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ടിടും, അത് അവിടെ നിന്നും എടുത്ത് ഇവിടെ കൊണ്ടിടും. എങ്ങനെയാണ്? വോ വഹാസെ ലേക്കർ യഹാ ഡാലോ. വോ വഹാസെ ലേക്കർ യഹാ ഡാലോ, അല്ലെങ്കിൽ യഹാസെ ലേക്കർ വഹാ ഡാലോ. ഇവിടെ നിന്ന് എടുത്ത് അവിടെ ഇടും എന്നുള്ള അർത്ഥത്തില്. ഇനി അതുപോലെ തന്നെ ഒരുപാട് വെയിറ്റ് ഉള്ള ഒരു സാധനം ഒരാൾ ഓടി വന്ന് എടുക്കാൻ പോവുക. അപ്പൊ നമ്മളിങ്ങനെ പറയാണ് അത് ഭയങ്കര വെയിറ്റ് ആണ്, രണ്ടാള് ചേർന്ന് പിടിക്കുക എന്ന് പറയാം അല്ലെ. അത് നല്ല വെയിറ്റ് ആണ്. ബഹുത് ഭാരി ഹെ, ഭാരി എന്നാണ് പറയാ കേട്ടോ. വെയിറ്റ് എന്താ പറയാ, കനം എന്നുള്ളതിനെ. ബഹുത് ഭാരി ഹെ. ദോ ലോഗ് മിൽക്കർ പക്കടോ. മിൽക്കർ എന്ന് ഉദ്ദേശിക്കുന്നത് ചേർന്ന്. ഓക്കെ. ദോ ലോഗ് എന്ന് ഉദ്ദേശിച്ചാൽ അല്ലെങ്കിൽ ദോനോ, ദോനോ എന്ന് പറയാം, അല്ലെങ്കിൽ രണ്ടാളുകൾ ദോ ലോഗ് എന്നും പറയാം കേട്ടോ. ദോനോ മിൽക്കർ പക്കടോ അല്ലെങ്കിൽ ദോ ലോഗ് മിൽക്കർ പക്കടോ. യെ ബഹുത് ഭാരി ഹെ, ദോ ലോഗ് മിൽക്കർ പക്കടോ. രണ്ടാളും കൂടെ ചേർന്ന് പിടിക്കൂ എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ ഇനിയിപ്പോ വിടു എന്നാണെങ്കിലോ ചോടോ. അപ്പൊ ഇവിടെ പക്കടോ, പക്കടുന്ന എന്ന് പറഞ്ഞാൽ പിടിക്കുക. എന്ത് വസ്തുവിനെ പിടിക്കുക എന്ന് പറയുന്നതിന് പക്കടുന്ന എന്നുള്ള വാക്കാണ്, പക്കടുന്ന. ഓക്കെ. അപ്പൊ ചോടോ എന്ന് പറയുന്നത് വിടു. ചോടോ, ചോടോ വിടു, ചോടുന വിടുക. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പറയില്ലേ, ആ സംസാരം കൊണ്ട് വിട്ടുകളാ, വോ ബാത് ചോടോ, അത്രേ ഉള്ളൂ. അപ്പൊ എവിടെയും ചോടോ എന്ന് പറയാനായിട്ട് അല്ല വിടു എന്ന് പറയാനായിട്ട് ചോടോ എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം കേട്ടോ, ചോടുനയുടെ. ഓക്കെ. വോ ബാത് ചോടോ, അഭി ക്യാ കരേങ്കി. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അഭി ക്യാ കരേങ്കി, വോ ബാത് ചോടോ, വർത്താനം വിടൂ എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ചെറിയ സെന്റൻസുകളാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു പോയിരിക്കുന്ന വേർഡ് മീൻസുകൾ തന്നെയാണ്. പക്ഷെ ഇതെല്ലാം കൂട്ടിച്ചേർന്ന് വളരെ സിമ്പിൾ ആയിട്ട് സംസാരിക്കാവുന്ന കുട്ടി കുട്ടി സെന്റൻസുകൾ അല്ലെ. ഓക്കെ. ഇപ്പൊ ഇത് കൂടാതെ തന്നെ എനിക്ക് എന്താ പറയാ, കമന്റിൽ വരുന്ന 1-2 കാര്യങ്ങൾ കേട്ടോ. മെയിൻ ആയിട്ട് വരുന്നതാണ്, ഇപ്പൊ എന്റെ വീട്ടിൽ എന്തെങ്കിലും വസ്തു കേടായി റിപ്പയറിങ്ങിന് വിളിക്കണം. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ഇതൊക്കെ കേടാവുമല്ലോ. അപ്പൊ റിപ്പയറിങ്ങിന് വിളിക്കാനായിട്ട് അതെങ്ങനെയാന്നുള്ളതാ. എന്താണ്? മെര TV ഖരാബ് ഹോ ഗയാ. ഖരാബ് എന്ന വാക്ക് ഞാൻ പഠിപ്പിച്ചിട്ടില്ലയോ? ഖരാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേടാവുക. അപ്പൊ എന്റെ TV കേടായി, ടിവിയോ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ എന്തു ആയാലും. ഓക്കെ. മെര TV ഖരാബ് ഹോ ഗയാ. ആജ് വോ ठीक करने के लिए, റിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ ശരിയാക്കാൻ. ठीक करना. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആജ് ഇന്ന്, വോ അത്, ठीक करने के लिए ശരിയാക്കാൻ വരണം. ആനാ ഹെ. മനസ്സിലാവുന്നുണ്ടോ? मेरा TV खराब हो गया, आज वो ठीक करने के लिए आना है. അല്ലെങ്കിൽ आप कब आ सकते हो, താങ്കൾക്ക് എപ്പോ വരാൻ കഴിയും. आप कब आ सकते हो എന്ന് ചോദിക്കാം. അതല്ലെങ്കിൽ വൈകുന്നേരം വരണം. शाम को आना है, शाम को आना है. മനസ്സിലാവുന്നുണ്ടോ? വളരെ സിമ്പിൾ ആണ് ചോദിക്കാനൊക്കെ. നിങ്ങൾക്കൊന്ന് ചിന്തിച്ചാൽ കിട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ. അതുകൂടാതെ ഇന്നത്തെ വീഡിയോടൊപ്പം ഞാൻ എനിക്ക് കിട്ടിയ ഒരു അറിവ് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക കേട്ടോ. നമ്മുടെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ല. എന്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ മഹാത്മാഗാന്ധിയോട് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഗോവയിൽ പോയപ്പോ. അപ്പൊ ആ വീഡിയോന്റെ ഇൻട്രോ ജസ്റ്റ് നിങ്ങൾക്ക് കണ്ടാന്ന് മനസ്സിലാവും. അതൊരു വലിയൊരു ലൈൻ വീണിട്ടുണ്ട് ഫ്രണ്ടിൽ തന്നെ. അതെന്റെ ക്യാമറ ഡാമേജ് ചെയ്താണ്. അത് വേറെ ഒന്നുമല്ല, നമ്മളിപ്പോ ഗോവയിൽ പോയപ്പോ അവിടെ റിസോർട്ടിൽ ടീച്ചർ പാർട്ടി ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ഞാൻ ഷൂട്ട് ചെയ്തതാണ്. എഫക്റ്റ് വരുന്നത് ലേസർ ലൈറ്റിൽ നിന്നാണ്. ഒത്തിരി പേർക്ക് അറിയാമായിരിക്കാം. പക്ഷെ ഞാനിത് പറയുന്നത് ഇപ്പൊ ന്യൂ ഇയർ പാർട്ടി ഒക്കെ വരുന്നതല്ലേ, അറിയാത്ത ഒത്തിരി പേരുണ്ടാവും. നിങ്ങളുടെ ഇപ്പൊ ഐഫോണും അതുപോലെ തന്നെ ഹെവി ഫോണൊക്കെ ആവുമ്പോ ഇത് വലിയൊരു ഡാമേജ് ആണ്. ക്യാമറ ഡാമേജ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഒറിജിനൽ ക്യാമറ കിട്ടണം. അപ്പൊ അതുകൊണ്ട് തന്നെ സർവീസ് സെന്ററിലായിരിക്കും കൊടുക്കേണ്ടി വരിക. ഒത്തിരി ചാർജ് ആവും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയുന്ന കേട്ടോ. ലേസർ ലൈറ്റിന്റെ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു റിയാക്ഷൻ കൊണ്ട് നമ്മുടെ ഫോണിന്റെ ക്യാമറ ഡാമേജ് ആവും. സോ റിപ്പയർ ചെയ്യാനായിട്ട് നല്ല എക്സ്പെൻസീവ് ആണ്. അപ്പൊ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ശ്രദ്ധിക്കുക. കാരണം എനിക്കറിയില്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് വലിയൊരു പണിയാണ് കിട്ടിയത്. പക്ഷെ എന്റെ കാര്യം ഞാൻ ക്ലിയർ ചെയ്തു. കാരണം ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ ഒരു മൊബൈലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. പക്ഷെ എനിക്ക് വളരെ സിമ്പിൾ ആയിട്ട് എന്റെ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റി. മറ്റൊരു സൊല്യൂഷനും കൂടി ഉണ്ട്. എനിക്ക് അങ്ങനെ സംഭവിച്ചേ. നമ്മള് ഒത്തിരി നാളാവും റിപ്പയർ ചെയ്ത് കിട്ടാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ചെന്നപ്പോ അവിടെയുള്ള ഒരാളുടെ കയ്യില്
പഴയൊരു ഫോൺ ഉണ്ടായിരുന്നു, ഡെഡ് ആയ ഒരു ഫോൺ ഉണ്ടായിരുന്നു, എന്റെ സെയിം ഫോണിന്റെ. അപ്പൊ അതിന്റെ ക്യാമറ എടുത്ത് വെച്ചിട്ടാണ് എനിക്ക് ക്ലിയർ ചെയ്ത് തന്നെ. അപ്പൊ അങ്ങനെ ഒരു സൊല്യൂഷനാണ് ഇത് എനിക്ക് കിട്ടിയത്. അതല്ലെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. സോ ഇത് നിങ്ങൾക്ക് അറിയാത്തവരിലേക്ക് ഞാൻ പറയുന്നേ ഉള്ളൂ. ന്യൂ ഇയറും കാര്യങ്ങളും സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിനെ കൂടി ഒന്ന് സൂക്ഷിക്കുക കേട്ടോ. പണി കിട്ടി കഴിഞ്ഞിട്ട് പിന്നെ അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എനിക്ക് കിട്ടിയ പോലെ. സോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾ മറന്നു പോരുത് കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ലൈക്കും ചെയ്യണം. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.